ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മിക്ക് ജലോട്ട എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മുട്ടയും സേമിയൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി ഐറ്റമാണ് തയ്യാറാക്കിയെടുക്കുന്നത്. എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഒരു പാത്രത്തിൽ ഇട്ടിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 250 ml കപ്പിൽ 1 കപ്പ് സേമിയ അളന്നെടുത്തതാണ്. അത് ഇതുപോലെ ഇട്ടിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കണം. ഇത് നമ്മൾ ഒരു സേമിയ ഇട്ടതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുത്താൽ മതി. അല്ലെങ്കിൽ കരിഞ്ഞു പോകാതെ നോക്കണം കേട്ടോ. സേമിയ വല്ലാണ്ട് അങ്ങോട്ട് കളർ മാറേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെള്ളമാണ് കേട്ടോ. ഇതിലേക്ക് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് ഈ സേമിയ ഊറ്റിയെടുക്കാനുള്ളതാണ്. അപ്പം നമുക്കിത് കൂടുതൽ വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ സേമിയയിലേക്ക് ഉപ്പോ അങ്ങനെയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഉപ്പോ മധുരവോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ വെള്ളത്തിൽ തന്നെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു കൊടുത്ത് വേവിച്ചെടുക്കാം കേട്ടോ. വേവിച്ചെടുക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതെനിക്കൊരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇതൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നിങ്ങൾക്കിതൊരു 3/4 ഭാഗം വെന്തിട്ടുള്ളെങ്കിൽ കുഴപ്പമില്ല. നമ്മളിതൊന്നും കൂടിയൊക്കെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതായത് നന്നായിട്ട് ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരിപ്പയിലേക്ക് ഒന്ന് അരിച്ചെടുക്കാം. ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു അരിപ്പ എടുക്കാം. അരിപ്പയിലേക്കൊന്ന് അരിച്ചു കൊടുത്താൽ മതി. ഇതിൻ്റെ മുകളിലേക്ക് വെള്ളം ഒഴിച്ച് അതിൻ്റെ ഇതൊന്നും കളയേണ്ട ആവശ്യമില്ല. പശയൊന്നും ഉണ്ടാവില്ല നെയ്യ് ചേർത്തതുകൊണ്ട് കേട്ടോ. ഇനി ഇതുപോലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്കിതൊന്ന് ക്യാരമൽ ചെയ്തെടുക്കണം. ഇത് പിന്നെ ഹൈ ഫ്ലെയിമിൽ വെക്കരുത് കേട്ടോ. പിന്നെ വല്ലാതെ പുകഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് അടി കട്ടിയുള്ള ഒരു പാത്രത്തിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ പുക വരൽ കുറവാണ്. എൻ്റെ ഈ പാത്രം അടി കട്ടിയില്ലാത്ത പാത്രമാണ് കേട്ടോ. നിങ്ങൾ എടുക്കുമ്പോൾ ഒരു അടി കട്ടിയുള്ള പാത്രത്തിൽ ക്യാരമൽ ചെയ്ത് കഴിഞ്ഞാൽ വല്ലാണ്ട് പുക വരാതെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ക്യാരമലായി വന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ തന്നെ ചേർത്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ ഒരല്പം നെയ്യ് ചേർത്ത് കൊടുത്താലും മതി. ഒരു 1/2 ടേബിൾ സ്പൂണൊക്കെ നെയ്യ് ചേർത്ത് കൊടുത്താലും മതിയാകും. എന്നിട്ടിപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് ക്യാരമലായി വരിക. ആ ബട്ടറൊക്കെ ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ മാത്രം ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമ്മൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. നമ്മൾ ഏത് പാത്രത്തിലാണോ നമ്മൾ റെഡിയാക്കുന്നത് ആ പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ ഒരു കേക്ക് ടിന്നിലാണ് തയ്യാറാക്കുന്നത്. ഇപ്പോൾ ഏതൊരു സ്റ്റീൽ പാത്രത്തിൽ മതിയെങ്കിൽ അങ്ങനെയും തയ്യാറാക്കി എടുക്കാം. പിന്നെ കുട്ടി കുട്ടി ചെറിയ പാത്രങ്ങളുണ്ടെങ്കിൽ അതിലാണെങ്കിലും ഒഴിച്ചൊഴിച്ച് വെച്ചിട്ട് അതിൽ നമ്മൾ ഈ ഫില്ലിംഗ് ഒക്കെ നിറച്ചിട്ട് അത് നമ്മൾ ഇത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അങ്ങനെയും ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഏതാണോ താല്പര്യം ആ രീതിയിൽ ചെയ്യാം. ഞാൻ ഇതൊരു കേക്ക് ടിന്നിലാണ് ഇതിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ട് റെഡിയാക്കി എടുക്കുന്നത്. ഇതിപ്പോൾ ഇതൊന്ന് നമുക്കിവിടെ മാറ്റി വയ്ക്കാം. എല്ലാവരുടെയും ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് ഇവിടെ മാറ്റി വയ്ക്കാം. ഇതൊന്ന് തണുത്ത് വരട്ടെ. ആ സമയം കൂടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 3 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഈ നമ്മൾ ആദ്യം 1/4 കപ്പ് പഞ്ചസാര കാരമൽ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ ആണ്. അപ്പം മധുരം കറക്റ്റ് പാകമായിരിക്കും. കുറച്ച് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്കൊരു 3.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം മുട്ടയിലേക്ക് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ വാനില എസൻസ് ആണ്. കയ്യിലില്ലെങ്കിൽ അതിന് പകരം 1 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 കപ്പ് പാല്, തിളപ്പിച്ചതോ തിളപ്പിക്കാത്തതോ ആയ പാല് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ തിളപ്പിക്കാത്ത പാലാണ് എടുത്തിട്ടുള്ളത്. നന്നായി ഇതെല്ലാം കൂടി പാലും എല്ലാം കൂടി നന്നായി യോജിപ്പിച്ചതിന് ശേഷം നമ്മളിവിടെ കണ്ടോ എന്താ പറയുക ഊറ്റി വെച്ചിട്ടുള്ള നമ്മുടെ സേമിയ ചേർത്ത് കൊടുക്കാം. സേമിയ ഒന്നിനൊന്നും ഒട്ടിപ്പിടിക്കൊന്നുമില്ല. നമ്മൾ ആദ്യം നെയ്യിലൊന്ന് വറുത്തത് കൊണ്ട് ഒട്ടിപ്പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒട്ടിപ്പിടിക്കൊന്നുമില്ല. സേമിയ ഇതിലേക്ക് മുഴുവനായും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ 1 കപ്പ് സേമിയ എടുക്കുമ്പോൾ 3 മുട്ടയും 1/2 കപ്പ് പാലും കറക്റ്റ് പാകമാണ് കേട്ടോ. ഇതിലേക്ക് 1 പിഞ്ച് മാത്രം ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ് കേട്ടോ. ജസ്റ്റ് ഇതെല്ലാം കൂടി ഒന്ന് സേമിയയും മുട്ടയെല്ലാം എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഈ സമയത്ത് ഞാൻ കുറച്ച് വെള്ളം ഒന്ന് ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ ക്യാരമൽ ചെയ്ത പാത്രത്തിലേക്ക് നമ്മുടെ ഈ കൂട്ട് ഇട്ട് കൊടുക്കാം. ഇവിടെ ഗാർണിഷിങ്ങിനായിട്ട് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് അല്പം എന്താ പറയുക കറുത്ത മുന്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നട്ട്സ് വേണമെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. നട്ട്സൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റൊക്കെ കൊടുക്കും കേട്ടോ. കടിക്കാൻ കിട്ടുമ്പോൾ കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പോൾ കുറച്ച് കറുത്ത മുന്തിരി ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിത് മൊത്തത്തിൽ ഇട്ടിട്ട് ഒന്ന് ഇളക്കി എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തും ഉണ്ടാകും. ഇതാകുമ്പോൾ നമ്മളിങ്ങനെ കൗത്തിയിടുമ്പോൾ ഇതിൻ്റെ അടിയിൽ ഭാഗത്തേക്ക് പോകുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ച് നന്നായി തിളച്ച് വരുന്ന സമയത്ത് മീഡിയം ടു ഇത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയത് ഇതൊന്ന് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മളെ കൈ പൊള്ളൂലേ, അതുകൊണ്ടാണ്. ഞാൻ ഹൈ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ്, പിന്നീട് ഒരു 10 മിനിറ്റാണ് എടുത്തിട്ടുള്ളത്. ഒരു 13-15 മിനിറ്റാണ് ഇതിൽ കുക്കിംഗ് ടൈമായിട്ട് വരുന്നത് കേട്ടോ. ബാക്കി സമയം
മീഡിയം ഫ്ലെയിമിലും വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന, അതുപോലെ തന്നെ മുട്ടയും പാലും സേമിയൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഒരു വെറൈറ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഐറ്റമാണ്. ഇതൊരു സൽക്കാരങ്ങളിൽ പോലും നമുക്കിത് വിളമ്പാൻ പറ്റും. അതുപോലെ തന്നെ ചോറൊക്കെ തിന്നു കഴിഞ്ഞിട്ട് ഒരു മധുരമൊക്കെ കഴിക്കാനായിട്ട് ആഗ്രഹിച്ചിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ കുട്ടികൾ സ്കൂളിൽ വരുന്ന സമയത്തൊക്കെ ഇത് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും. ഇപ്പൊ സേമിയൊന്നും കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ പോലും നല്ല ടേസ്റ്റി ആയിട്ട് കഴിച്ച് പോകുന്ന നല്ലൊരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ദാ ഒരുവിധം ചൂടൊക്കെ ഒന്നും മാറിയിട്ടുണ്ട്. ഫുള്ളായിട്ട് ചൂട് ആറിയിട്ടില്ല, ഒരുവിധമൊക്കെ ചൂട് ആറിയിട്ടുണ്ട്. നിങ്ങൾ എടുക്കുമ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം എടുത്താൽ മതി. ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടും കഴിക്കാൻ പറ്റിയ ഐറ്റമാണ് കേട്ടോ. അപ്പോൾ എന്താണ് ഇതിൻ്റെ പേരെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ എന്താ പറയുക സേമിയ പുഡിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നിങ്ങളിത് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന, ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ പാലും സേമിയും മുട്ടയൊക്കെ നമ്മുടെ വീട്ടിൽ സാധാരണ കാണുന്ന ഐറ്റമാണ് അല്ലേ. അതുകൊണ്ട് ഇതുപോലെ ഒരു വെറൈറ്റി ഐറ്റം തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. വീഡിയോ ഇഷ്ടമാകണമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റ് എത്തുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്തുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.